മഹാനായ ഇമാം ബൂസീരി തങ്ങളും അബുൽ അബ്ബാസുൽ മിർശി തങ്ങളും യാഖൂത്തുൽ അർശ് തങ്ങളും 3 മുഹിബ്ബീങ്ങളുടെ മഖാമുകളുണ്ട്, 3 മഹാമസ്ജിദുകൾ, എല്ലാം ഒരിട്ടാവട്ടത്ത് ഒറ്റ കോമ്പൗണ്ടിനുള്ളിൽ 3 വലിയ മസ്ജിദുകൾ, 3 മഖാമുകളും. അവിടെയാണ് പുണ്യ നബിക്ക് തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ബുർദ രചിച്ച മഹാനായ ഇമാം ബൂസീരി തങ്ങളുള്ളത്. നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്, പോയ ആളുകൾ വേറെ ഇവിടെ സദസ്സിലുണ്ടായിരിക്കും. മഹാന്റെ ശരീരമാസകലം രോഗം വന്നപ്പോഴേ ഹബീബായ നബിതങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കിയതാ നബിതങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തി ഞാനൊരു കവിത എഴുതും. ആ കവിതയാണ് ഇന്ന് ലോകത്ത് അനശ്വരമായി നിൽക്കുന്നത് ബുർദ. അതിലെ വരികളാണ് നമ്മൾ ചൊല്ലിയത്. മൗലായ സൊല്ലി, മൗലായ എന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, സൊല്ലി വസല്ലിം ദായിമൻ, എപ്പോഴും സ്വലാത്തും സലാമും നീ ചൊരിയണമേ, അലാ ഹബീബിക്, നിന്റെ ഹബീബായ നബിയുടെ മേൽ, ഖൈറിൽ ഖൽഖി കുല്ലിഹിമി, എല്ലാ സൃഷ്ടികളെക്കാളും നേതാവായ നിന്റെ തിരുമേനിയുടെ മേൽ സ്വലാത്തും സലാമും ദായിമൻ എപ്പോഴും വർഷിക്കണമേ. അതാണ് നമ്മൾ പകരം ചൊല്ലുന്നത്. ആ സുഖമായപ്പോ, ശരീരത്തിൽ വ്രണങ്ങളായപ്പോ, ഒരു മരുന്നും ഏൽക്കാതെ വന്നപ്പോ മഹാൻ നേർച്ചയാക്കിയത് ഹബീബിന്റെ മേൽ ഞാൻ കവിത എഴുതുകയാണ്, ഹബീബിനെ പുകഴ്ത്തിയുള്ള മദ്ഹ് ചൊല്ലുകയാണ്. ആ മദ്ഹ് ചൊല്ലി ഒരേ ഒരു ലക്ഷ്യമാണ്, ഹബീബിലേക്ക് അടുക്കണം. കഅബ് ബിൻ സുഹൈർ എന്നവരുടെ വാപ്പ, സുഹൈർ എന്നവരെ ഹരിം ബിൻ സിനാൻ എന്ന് പറഞ്ഞ രാജാവിനെ പുകഴ്ത്തി പറഞ്ഞ് കാശുണ്ടാക്കിയ പോലെ, കാശുണ്ടാക്കാനല്ല ഞാൻ ഈ കവിത ചൊല്ലുന്നത്, ഇത് ഹബീബിനോടുള്ള പ്രേമം, അനുരാഗം, സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അന്ന് രാത്രിയാണ്. കാവ്യം പൂർത്തിയായി അവസാന വരികളിലാണ് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. അല്ലാഹുവേ, നിന്റെ മുസ്തഫയായ നീ തിരഞ്ഞെടുത്ത പുണ്യപ്രവാചകരുടെ ആ ഒരു മഹത്വം മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്. അല്ലാഹുവേ, ബല്ലിഗ് മഖാസിദനാ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂവണിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. നിന്റെ പ്രവാചകനെ മുൻനിർത്തി ചോദിക്കുകയാണ്. വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി, കഴിഞ്ഞുപോയ പാപങ്ങളെ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് നൽകണമേ. ആ കവിത അവസാനിച്ച അന്ന് രാത്രി ഇമാമുന ബൂസീരി തങ്ങൾ ഉറങ്ങുന്ന ദിവസം, ഉറങ്ങുന്ന രാവിൽ ഹബീബായ നബി തങ്ങളെ സ്വപ്നം കാണുകയാണ്. പുണ്യ നബി തങ്ങൾ വന്ന് ചോദിക്കുന്നു, യാ ബൂസീരി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് പ്രശ്നം? നബിയേ, എന്റെ ശരീരത്തിലെ വ്രണങ്ങൾ കാണുന്നില്ലയോ നബിയേ? ഹബീബായ നബി തങ്ങൾ ഒരു പുതപ്പ് അവരെ പുതപ്പിച്ചു എന്നാണ് ചരിത്രം. ആ പുതപ്പിനാണ് അറബിയിൽ ബുർദ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കാവ്യം ബുർദ എന്നറിയപ്പെടാൻ കാരണം. മഹാൻ പറയുന്നു, രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്റെ ശരീരത്തിലെ വ്രണങ്ങളെല്ലാം അല്ലാഹു അത്ഭുതകരമായി ശിഫയാക്കിയിരിക്കുന്നു. ആ പ്രേമ കാവ്യമാണ് ഇന്നും ലോകത്ത് സജീവമായി നിലനിൽക്കുന്നത്.